ശബരിമലയും തന്ത്രിയെ ജയിലിലിട്ടതും ഹിന്ദു വിരുദ്ധതയുമാണോ LDFിൻ്റെ കനത്ത പരാജയത്തിന് കാരണമായത്? ഇത്തവണത്തെ CPMൻ്റെ തോൽവിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ പറയും തന്ത്രിയെ ജയിലിലിട്ടതാണ്. ശബരിമല തന്നെയാണ് CPMന് പാരയായിട്ട് മാറിയത്. ഒരർത്ഥത്തിൽ കേരളത്തിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഈ ഇടതുപക്ഷ പാർട്ടികൾ അധികാരത്തിൽ വരാൻ തന്നെ കാരണം ശബരിമലയായിരുന്നു. കാരണം വർഷങ്ങൾക്ക് മുമ്പ് 1950കളിൽ ശബരിമല ക്ഷേത്രം തീവച്ച് നശിപ്പിക്കപ്പെട്ടു. അത് കേരളത്തിൽ വലിയ വിവാദമായി. അന്നത്തെ വിഗ്രഹം നശിപ്പിക്കപ്പെട്ടു. ഇപ്പോഴത്തെ പഞ്ചലോഹ വിഗ്രഹമൊക്കെ അതിന് ശേഷം വന്നതാണ്. അന്ന് കേരളത്തിലെല്ലാവരും വേദനിച്ചു. അയ്യപ്പൻ്റെ അമ്പലം തകർക്കപ്പെട്ടു, അത് തീവച്ച് നശിപ്പിക്കപ്പെട്ടു, വിഗ്രഹം പോലും നശിപ്പിക്കപ്പെട്ടു. അതിന് മുമ്പുണ്ടായിരുന്ന നശിപ്പിക്കപ്പെട്ട വിഗ്രഹത്തിൻ്റെ ഒരു ചിത്രം മരിച്ചുപോയ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ, കേരളത്തിൻ്റെ തിരുവിതാംകൂറിന് അന്നത്തെ യുവരാജാവും പിന്നെ മഹാരാജസ്ഥാനിയുമായിരുന്ന ശ്രീ മാർത്താണ്ഡവർമ്മ, അദ്ദേഹം ഒരു ഫോട്ടോ എടുത്തു വെച്ചിരുന്നു. ശ്രീകോവിലിൽ നിന്ന് തന്നെ ഫോട്ടോ എടുത്തൊരു കാലമുണ്ട്. അങ്ങനെ ഫോട്ടോ എടുത്തു വെച്ചിരുന്ന ആ ഫോട്ടോ നോക്കിയിട്ടാണ് അതേ രൂപത്തിൽ പിന്നീട് ഒരു വിഗ്രഹം സൃഷ്ടിക്കുന്നത് തന്നെ. അങ്ങനെ പഞ്ചലോഹ വിഗ്രഹം വന്നു, പ്രതിഷ്ഠ നടത്തി. കേരളം മുഴുവൻ അതിൽ നിന്ന് വേദനിച്ചു, എല്ലാവരും സഹകരിച്ചു, പുതിയ ക്ഷേത്രം വന്നു. പക്ഷേ ഒരു കാര്യമുണ്ടായിരുന്നു, ആരാണിത് നശിപ്പിച്ചത്? ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം വേണമായിരുന്നു. അന്ന് ഇടതുമുന്നണി അധികാരത്തിൽ വരാൻ സമയത്ത് അവർ ജനങ്ങൾക്ക് കൊടുത്തൊരു വാഗ്ദാനമായിട്ട്, ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനിത് വായിച്ചിട്ടുണ്ട്, അന്ന് പറയുന്നത് ശബരിമലയിലെ തീവെപ്പിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വിടുന്നായിരുന്നു. അന്വേഷണം തന്നു, റിപ്പോർട്ടുണ്ടായി, ഇന്നേ വരെ പുറത്തു വിട്ടിട്ടില്ല. ഇങ്ങനൊരു സംഭവമുണ്ട്. അപ്പോൾ ശബരിമല അല്ലേ അന്ന് യഥാർത്ഥത്തിൽ ഇവർ അധികാരത്തിൽ വരാൻ കാരണങ്ങളിലൊന്ന് എന്നൊരു ചോദ്യമുണ്ട്. പുന്നപ്രവയലാറ് മാത്രമായിരിക്കില്ല, അങ്ങനത്തെ വിഷയങ്ങളുണ്ടായിരുന്നു. വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട്, അനേകം പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്, രാജാധിപത്യത്തിനെതിരെയൊക്കെ വന്ന് അക്കാലത്ത് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ജനാധിപത്യ ഗവൺമെൻറ് വരുന്ന സമയത്ത് അവരുടെ വിപ്ലവപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ചാ വിഷയമായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ശബരിമല അന്നവർ മുന്നിൽ വെച്ചിരുന്നു. അങ്ങനെ EMSൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നു. എന്നിട്ടോ അവർ ശബരിമല വിഷയം തൊടാൻ പോയില്ല, അന്ന് തൊട്ട് ഇന്ന് വരെ. പിന്നെ തൊട്ടു എപ്പോഴാണ് ശബരിമലയിലെ വിശ്വാസത്തെ നശിപ്പിക്കാനായിട്ട് പിണറായി വിജയൻ്റെ സർക്കാർ ഇവിടെ വിശ്വാസത്തെ തൊട്ടു, അയ്യപ്പന്മാരെ ചവിട്ടി അരച്ചു, ലാത്തിച്ചാർജ് ചെയ്തു, അവരെ ബാരിക്കേഡ് വെച്ച് കെട്ടി, വിരിവയ്ക്കാൻ സമ്മതിക്കാതെ അവർ കടന്ന സ്ഥലത്ത് മുഴുവൻ വെള്ളം ഒഴിച്ചു. പോലീസിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തു. അനേകം പേര് അവിടെ വിശന്നും പട്ടിണി കിടന്നുമൊക്കെ അയ്യപ്പന്മാരെ കഷ്ടം സഹിച്ച് അക്കാലത്ത് ദർശനം നടത്തി. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഒരു തവണ പിണറായി അധികാരത്തിൽ വന്നു. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ പിണറായിക്ക് മനസ്സിലായി ഇനി അത് ശരിയാവില്ല. പക്ഷേ അതുകൊണ്ട് ഇത്തവണ ഇലക്ഷന് മുമ്പായിട്ട് കോടതിയിൽ വാദം നടക്കുമ്പോൾ പിണറായി ഗവൺമെൻറ് തങ്ങളുടെ പഴയ വാദങ്ങളൊക്കെ വിഴുങ്ങാനാണ് ശ്രമിച്ചത്. പക്ഷേ അപ്പോഴത്തേക്ക് ഒത്തിരി കുഴപ്പങ്ങൾ സംഭവിച്ചായിരുന്നു. കാരണം അന്ന് ശബരിമലയിലെ യുവതീ പ്രവേശനം എന്നുള്ളതിനും കഴിഞ്ഞിട്ട് പിന്നീട് വേണമെങ്കിൽ സ്ത്രീകൾക്ക് ചിന്തിക്കാം, ഞങ്ങൾക്കും കയറാവുന്നതല്ലേ എന്ന് വേണമെങ്കിൽ ഒരു അനുഭവം ഉണ്ടായിരുന്നു. പക്ഷേ സ്ത്രീകൾ പോലും പിണറായി ഗവൺമെൻറ്റിനെതിരായൊരു സംഭവം ഉണ്ടായി. അതാണ് സ്വർണ്ണ മോഷണം. സ്വർണ്ണപ്പാളി കട്ടുകൊണ്ടുപോയി. ഒരു പോറ്റി രംഗത്ത് വരുന്നു, പോറ്റി സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ട് പോകുന്നു, പുള്ളി എവിടേക്കോ കൊണ്ടുപോകുന്നു, പിന്നീട് തിരിച്ചു വയ്ക്കുന്നു. അപ്പോൾ അയ്യപ്പൻ്റെ സ്വർണ്ണം എവിടെയൊക്കെ നഷ്ടപ്പെടുന്നു, എന്തൊക്കെയോ സംഭവിച്ചു. ഓരോ വീട്ടിലും CPMകാർ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ട് പിടിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെയൊക്കെ സ്ത്രീകൾ ചോദിക്കുന്നുണ്ടായിരുന്നു, അയ്യപ്പൻ്റെ സ്വർണ്ണം എന്തിനാണ് കട്ടയെന്ന്. എന്താ കാരണം? ഈ സ്വർണം എന്നുള്ളതിനോട് ആണുങ്ങളെക്കാളും അടുപ്പം പെണ്ണുങ്ങൾക്കാണ്. സ്ത്രീകളെ സംബന്ധിച്ച് സ്വർണ്ണം അവരുടെ മുതലാണ്. ആണുങ്ങളത്ര അത് പരിഗണിക്കില്ല. പക്ഷേ സ്ത്രീകൾക്ക് അങ്ങനെയല്ല, സ്വർണ്ണം സ്ത്രീകളുടെയാണ്. അയ്യപ്പൻ്റെ സ്വർണ്ണം കെട്ടു എന്ന് പറയുമ്പോൾ ആ സ്ത്രീകൾക്ക് ഒന്നുകൂടെ വേദനിക്കും. അവർക്ക് അതിൻ്റെ മൂല്യം അറിയാം, അവർക്ക് ആഭരണങ്ങൾ എന്തിനാണെന്നറിയാം. അത് ഭഗവാന്റെ ആണെങ്കിൽ അത് കട്ടുകൊണ്ട് പോകരുതെന്ന് തന്നെ അവർ പറയുന്നത്. അങ്ങനെ ആ സ്വർണം കൊണ്ടുപോയത് ചോദ്യം ചെയ്യപ്പെട്ടു. ആ സമയത്ത് പഞ്ചായത്ത് ഇലക്ഷൻ സമയത്ത് നമ്മൾ ഓർക്കണം, പത്മകുമാർ എന്നൊരു CPM നേതാവ്, അദ്ദേഹം അകത്തുപോയി. മുൻ ദേവസ്വം പ്രസിഡൻ്റൊക്കെ ആയിരുന്നല്ലോ. അതുപോലെ 2-3 പേര് അകത്തുപോയി. പോറ്റിയൊക്കെ അകത്തുപോയി. പോറ്റിയെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വാഗ്വാദങ്ങളുണ്ടായിരുന്നു. കടകംപള്ളി സുരേന്ദ്രൻ്റെ പേരും ആ സമയത്ത് ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. എന്തായാലും പഞ്ചായത്ത് ഇലക്ഷനൊക്കെ കഴിഞ്ഞു. അതിനകത്ത് CPMന് സാമാന്യം പരാജയം ഉണ്ടായി. അവർ സാധാരണ രീതിയിൽ CPM തൂത്തു വരുമായിരുന്നു പഞ്ചായത്ത് ഇലക്ഷൻസ്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. അവസാനം എന്തായി? ഇതിനിടയ്ക്ക് CPM അടുത്ത തന്ത്രം എടുത്തു. കടകംപള്ളി സുരേന്ദ്രനെ രക്ഷിക്കാനായിരിക്കണം, തന്ത്രിയുടെ നേരെയാണ് പിന്നീട് അവർ വിരൽ ചൂണ്ടിയത്. തന്ത്രിയുടെ നേരെ വിരൽ ചൂണ്ടുന്നു, അത് അങ്ങനെ സംഭവിക്കും എന്നുള്ള ഒരു സൂചന കടകംപള്ളിയുടെ ഭാഗത്ത് തന്നെ ഉണ്ടായല്ലോ. ദൈവസമാനരായിട്ടുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ അകത്തു പോകുന്ന അദ്ദേഹം പറഞ്ഞ ഓർമ്മയില്ലേ? ആ മുന്നറിയിപ്പ് വന്നതിന് ശേഷം തന്നെയാണല്ലോ തന്ത്രിയുടെ നേരെ കേസുണ്ടാവണമെന്നും അദ്ദേഹം അകത്തു പോകുന്നത്. അവസാനം കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു. 90 ദിവസം ജയിലിൽ കിടന്നിട്ട് കുറ്റപത്രം കൊടുക്കാണ്ട് കിട്ടുന്ന സ്വാഭാവിക ജാമ്യം ആയിരുന്നില്ല, പകരം കോടതി തന്നെ കൊടുത്ത ജാമ്യമായിരുന്നു. എന്തുകൊണ്ട്? ജയിലിൽ കിടക്കാൻ ഉള്ള തെളിവുകൾ വേണം. അതിനുള്ള തെളിവുകളുടെ അഭാവത്തിൽ ഈ മനുഷ്യനെ ജയിലിലിടാൻ എന്ത് തെളിവാണുള്ളതെന്ന് ചോദിച്ചുകൊണ്ട് കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു. അപ്പോൾ ജനങ്ങളുടെ സംശയം വീണ്ടും CPMൻ്റെയും പോലീസിൻ്റെയും നേരെ തിരിഞ്ഞു.
കാരണം ഒരു പോലീസ് മേധാവിയുടെ അച്ഛൻ ആ സമയത്ത് സംശയദൃഷ്ടിയിലായിരുന്നു. അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ തന്ത്രിയുടെ നേരെ കേസ് തിരിച്ചത്? ഈ ഒരു ചോദ്യം വന്നു. കടകംപള്ളി സുരേന്ദ്രൻ നേരത്തെ തന്നെ ദൈവസമാനമായിട്ടുള്ള ആൾക്കാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതാണോ കാരണം? അങ്ങനെയും ചോദ്യം ഉണ്ടായി. എന്തായാലും ജനങ്ങളുടെ മനസ്സിൽ തോന്നി എന്താണെന്ന് ചോദിച്ചാൽ കടകംപള്ളി സുരേന്ദ്രനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്ത്രിയെ ജയിലിലിട്ടൊന്നൊരു തോന്നൽ വന്നു. ചുരുക്കി പറഞ്ഞാൽ CPM-ൻ്റെ ഹിന്ദു വിരുദ്ധത ജനങ്ങൾ വളരെയധികം ആശങ്കയോടുകൂടി നോക്കേണ്ട ഒരു സമയമായി. ഇനി CPM വന്നാൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതായി. കാരണം ശബരിമല ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മലയാളിക്ക് മറ്റമ്പലങ്ങൾ പോലല്ല. കേരളത്തിൽ അങ്ങ് കാസർഗോഡ് തൊട്ടിട്ട് അങ്ങ് തെക്ക് പാറശാല വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കും ഞാൻ പറയും, ഹിന്ദുക്കൾക്ക് മാത്രമല്ല ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ വേണ്ടപ്പെട്ട ആളാണ് അയ്യപ്പൻ. അങ്ങനെയുള്ള അയ്യപ്പന് വേണ്ടിയിട്ട് നമ്മൾ മലയ്ക്ക് പോകുമ്പോൾ നമ്മളെങ്ങനെ പോണേ? ഒരേപോലെ കറുത്ത മുണ്ടെടുത്താണ് പോകുന്നത്, ഒരേപോലെ ശരണം വിളിച്ചാണ് പോകുന്നത്, ഒരേപോലെ മാലയിട്ടാണ് പോകുന്നത്, ഒരേപോലെയാണ് തേങ്ങയിൽ നെയ്യ് നിറയ്ക്കുന്നത്, കെട്ട് നിറയ്ക്കുന്നത് ഒരുപോലെയാണ്, നെയ്യഭിഷേകത്തിന് വേണ്ടി കൊണ്ടുപോകുന്നത് ഒരുപോലെയാണ്. ഒരേ ശരണങ്ങൾ, ഒരേ ജനത, എല്ലാവരും അയ്യപ്പന്മാർ. കേരളത്തിൽ പലരും വിചാരിക്കുന്നത് മുസ്ലിം വോട്ടിൻ്റെയിലെ ക്രിസ്ത്യൻ വോട്ടിൻ്റെയൊക്കെ കൺസോൾട്ടേഷൻ കൊണ്ടാണ് ഇവിടെ CPM തോറ്റുപോയത്, അല്ലെങ്കിൽ UDF അധികാരത്ത് വന്നതെന്നാണ്. കൺസോൾട്ടേഷനൊക്കെ ഉണ്ടായി കാണും, പക്ഷേ യഥാർത്ഥത്തിലുണ്ടായി ഹിന്ദു കൺസോൾട്ടേഷനാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാവാണ്ട് പല മണ്ഡലങ്ങളും CPM തോക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഏതാണ്ട് 80ഓളം മണ്ഡലങ്ങൾ ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലമുണ്ട്. 35 CPM വിജയിച്ചിട്ടുള്ളൂ. ബാക്കി മണ്ഡലങ്ങളിൽ എന്ത് പറ്റി? ഹിന്ദുക്കൾക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് ഭൂരിഭാഗവും. ഒന്നുകിൽ ഭൂരിപക്ഷമുള്ളത്, ഇല്ല അവർക്ക് ശക്തമായ ഇലക്ട്രൽ സ്വാധീനമുള്ളത്. ഈ മണ്ഡലങ്ങളിലെല്ലാം വ്യാപക പരാജയമാണ് CPM-നുണ്ടായത്. വലിയ തോതിൽ, വലിയ മാർജിനിലാണ് CPM തോറ്റുപോയത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇടതുമുന്നണിയിൽ നിന്ന് വലിയ തോതിൽ വോട്ടുകൾ UDF-ലേക്ക് മാറി എന്നുള്ളത് തന്നെയാണ്. ചിലയിടത്ത് ജനങ്ങൾ അറിഞ്ഞ് BJP-ക്ക് വോട്ട് ചെയ്തു. LDF-നെ പരാജയപ്പെടുത്താൻ വേണ്ടി UDF-ന് വോട്ട് ചെയ്യേണ്ടടുത്ത് UDF-നും BJP-ക്ക് വോട്ട് ചെയ്യേണ്ടത് BJP-ക്കും. ഇങ്ങനെയാണ് ഹിന്ദുക്കൾ വോട്ട് ചെയ്തതെന്നുള്ളതാണ്. അതുകൊണ്ട് ഹിന്ദു കൺസോൾട്ടേഷൻ തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ശരിക്കും CPM പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ CPM മനസ്സിലാക്കേണ്ടത് CPM-ന് ഹിന്ദു വിരുദ്ധമാവാൻ പറ്റത്തില്ല. നേരത്തെ തന്നെ ഒരിക്കൽ, അതായത് 2024 ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ആയിട്ടൊരു Facebook പോസ്റ്റ് ഉണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇവിടെയുള്ള ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോൾട്ടേഷൻ ആ ലോക്സഭാ ഇലക്ഷൻ തന്നെ UDF-ന് അനുകൂലമായിട്ടുണ്ടായി. ഹിന്ദു വോട്ടുകളും LDF-ന് നഷ്ടപ്പെടുകയാണ്. അത് കാരണം അത് BJP-ക്ക് ഒത്തിരി വോട്ട് വർദ്ധിച്ചല്ലോ. LDF എന്നുള്ള ഹിന്ദു വോട്ടുകൾ BJP-യിലേക്ക് വന്നു. അപ്പോൾ ഇത്തവണ എന്ത് വരും വെച്ചാൽ LDF-നെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് അതേ LDF വോട്ടുകൾ തന്നെ നേരെ UDF-ലേക്ക് പോയി. കുറേ എണ്ണം BJP-യിലേക്ക് പോയി. BJP-ക്ക് 3 സീറ്റ് കിട്ടിയത് വെറുതെ അല്ല. അതായത് UDF-നും LDF-നും അനുകൂലമായിട്ടൊരു പാറ്റേണിൽ ഒരൊറ്റയടിക്ക് ലാൻഡ് സ്ലൈഡായിട്ടൊരു ജനവിധി ഒരു സൈഡിലേക്ക് പോവുകയാണെങ്കിൽ BJP അവിടെ വിജയിക്കില്ല. പക്ഷേ BJP വിജയിച്ചതെന്നുകൊണ്ടാണ്. BJP-ക്ക് വിജയിച്ച് CPM-നെതിരെ വിജയിക്കാൻ പറ്റുന്നിടത്ത് നാട്ടുകാർ BJP വിജയിപ്പിച്ചു. അതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. LDF-ൻ്റെ സീറ്റുകൾ തന്നെയാണല്ലോ BJP ജയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ UDF-ൻ്റെ കാര്യത്തിൽ UDF-നെ വിജയിപ്പിച്ചത് LDF-നെതിരായിട്ടാണ്. UDF-ന് എന്തെങ്കിലും മഹത്വം ഉണ്ടായിട്ടല്ല, VD സതീശന് എന്തെങ്കിലും വേണ്ടിയിട്ടല്ല, മുസ്ലിം ലീഗ് വന്ന് ഞങ്ങളെ ഭരിച്ചാൽ മാത്രമേ ഞങ്ങൾ നന്നാവുള്ളൂ ഇവിടുത്തെ ജനത ചിന്തിച്ചുകൊണ്ടൊന്നുമല്ല. വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഹിന്ദു CPM-നെതിരെ അവരുടെ ഹിന്ദു വിരുദ്ധതയ്ക്ക് മറുപടി കൊടുത്തുകൊണ്ട് ശക്തമായൊരു ജനവിധി കൊടുത്തതാണ് ഇപ്പോൾ കണ്ടത്. അതുകൊണ്ട് CPM ഭാവിയിലേക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഹിന്ദുവിന് വിരുദ്ധമായിട്ടൊരു നിലപാടെടുത്തുകൊണ്ട് CPM-ന് ഈ നാട്ടിൽ നിലനിൽപ്പില്ല. ഇത്തവണത്തെ ഇലക്ഷനിൽ ശബരിമലയിലെ തന്ത്രിയെ ജയിലിലിട്ടതും സ്വർണം മോഷ്ടിച്ചതും അമ്പലങ്ങളിലെ അഴിമതിയും ബാക്കി ഹിന്ദു വിരുദ്ധമൊക്കെ തന്നെയാണ് CPM-ന് പരാജയത്തിന് കാരണമായത്.